എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എന്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കറി വെക്കണ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്നും കറി വെക്കല്. അല്ലെങ്കിൽ മീനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നത്തെയും കറി. അപ്പൊ മിക്ക ദിവസവും അങ്ങനത്തെ കറികളാവും. അപ്പൊ ഇന്ന് വീട്ടുമുറ്റത്തുള്ള 1-2 സാധനങ്ങളും കൊണ്ട് ചെറിയൊരു കറി തട്ടിക്കൂട്ടാന്ന് കരുതിയിട്ടാണ്. അപ്പൊ വീട്ടിലുള്ള സാധനങ്ങൾ പറയുമ്പോൾ ഫ്രഷ് ആയ സാധനങ്ങളായിരിക്കും. കെമിക്കലോ രാസവളോ ഒന്നും ചേർക്കാത്തായിരിക്കും. പച്ചക്കറികൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ രാസവളമൊക്കെ ചേർത്ത പച്ചക്കറിയല്ലേ കിട്ടുകയാണ്. അപ്പൊ ഇന്ന് ഞാൻ വീട്ടുമുറ്റത്തുള്ള 1-2 സാധനങ്ങളും കൊണ്ടാണ് ഇന്നത്തെ കറി റെഡിയാക്കണത്. അപ്പൊ നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരായിരിക്കും. അപ്പൊ ഞാൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുള്ള സാധനങ്ങളോ ചീര അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കറി വെക്കലുണ്ട്. വീഡിയോ അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ എന്തും കൊണ്ടാണ് ഞാൻ കറി ഉണ്ടാക്കണത് എന്നൊക്കെ. അതിനു മുന്നേ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അത് പ്രത്യേകം പറയാണ്. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. എന്തായാലും വീഡിയോയിലേക്ക് പോവാ. കപ്പളങ്ങ മൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിലൊരെണ്ണം പഴുത്തതും ഉണ്ട്. അപ്പോൾ പഴുത്തതും ഒരെണ്ണം മൂത്ത പച്ചയും കൂടെ പറിക്കാൻ കരുതിയിട്ടാണ്. രണ്ട് കപ്പളങ്ങ പറിച്ചു കേട്ടോ. ഇതാണ് കറി വെക്കാൻ എടുക്കണത്. ഇത് പഴുത്തതാണ്. ഇനി ഈ ചേമ്പിൻ്റെ തണ്ടൊന്ന് മുറിച്ചെടുക്കട്ടെ. ഈ ചേമ്പൻ തണ്ടാണ് ഇടണ കറിയിൽ കപ്പളങ്ങയുടെ കൂടെ. ഇതിൻ്റെ തണ്ടൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ കറി വെക്കാനൊക്കെ വേണ്ടിയിട്ട് മുറിച്ചെടുത്തത്. 3-4 വലിയ തണ്ടുണ്ടായിരുന്നു. അതൊക്കെ കറി വെക്കാനും ഉപ്പേരി വെക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലയും തണ്ടും ഒക്കെ മുറിച്ചെടുത്തു. അപ്പം ഇനി ഇതുള്ളൂ ബാക്കിയുള്ളത്. ഇതും കൂടെ മുറിച്ചെടുക്കട്ടെ. ഈ ഒരു തണ്ടിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ കുറച്ചെടുക്കണുള്ളൂ. അത്ര എടുക്കണുള്ളൂ. ഇലയുടെ ആവശ്യമില്ല. അപ്പം ഇല വെട്ടിക്കളയാണ്. ഇനി ഇതിനെ ഒന്ന് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. കപ്പളങ്ങ ചെറുതായ കാരണം മുറിക്കാനും ഒക്കെ നല്ല സൗകര്യമാണ്. അധികം പാലൊന്നുമില്ല. ഇതിലേക്ക് ഇനി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ച് മതി കളറിന്. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വേവിക്കാൻ വെക്കാം. ഇനി ഇതിവിടെ കിടന്ന് വേവട്ടെ. അടപ്പ് കൊണ്ട് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇനി തേങ്ങയും ജീരകവും കൂടെ അരച്ചത് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ തേങ്ങ ചിരണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടാണേ. ഇപ്പം കഷ്ണം വെന്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണേ. ഇനി തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തൈരാണ് ചേർക്കാനുള്ളത്. അപ്പം അതിന് ഈ തൈരിനെ ഒന്ന് മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. ഇനി 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. തിളച്ച കറിയിലേക്ക് മോരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മോരൊഴിച്ചിട്ട് ഇങ്ങനെ പൊങ്ങി പോവാതിരിക്കും ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. തിളച്ച് മറിഞ്ഞു പോവരുത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണേ. ഇപ്പം കറി റെഡി ആയിട്ടുണ്ട്. കറിവേപ്പിലയും വറ്റൽമുളകും കടുകും പൊട്ടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തു. കറി ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇന്ന് രാത്രിയിലെ ഭക്ഷണത്തിന് മോര് കറിയായിരുന്നു. അപ്പം ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്.